അവർക്കും അമ്മമാരുള്ളത് കൊണ്ട് ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ഗ്രാമത്തിലെ കുന്നിന്റെ മുകളിൽ അടുത്തടുത്ത് 2 തൈമാവുകളും നടുവിൽ ഒരു പാറയുമുണ്ട്. പപ്പുവും 7 അനുചരന്മാരും പകൽ മുഴുവൻ അവിടെയാണ് കഴിച്ചുകൂട്ടുക. ആ ബാലസംഘത്തിൽ കുറെ കന്നുകാലി പിള്ളേര് കൂടെ അംഗങ്ങളായി ചേർത്തു. പപ്പുവാണ് നേതാവ്. അവൻ പാറയിൽ കയറി ഇടതുകാലിന്മേൽ വലതുകാൽ കയറ്റിവെച്ച് അങ്ങനെ ഇരിക്കും. മറ്റുള്ളവർ പുൽത്തകിടിയിൽ നിരന്നിരുന്നുകൊള്ളും. ഒരു ദിവസം പപ്പുവിന്റെ അനുചരന്മാരിൽ ഒരാളായ കൊച്ചുനാണു അവന്റെ വീട്ടിലെ മാവിൽ നിന്ന് കുറേ വലിയ പച്ചമാങ്ങ കട്ട് പറിച്ചു കൊണ്ടുവന്നു. കുറെ ഉപ്പും മുളകും കൂട്ടി പൊടിച്ച് ആ മാങ്ങ അവരെല്ലാവരും കൂടി പൂളിത്തിന്നു. അടുത്ത ദിവസം മാങ്ങ കൊണ്ടുവരണമെന്ന് പപ്പു ആജ്ഞാപിച്ചു. കൊച്ചുനാണു ആരും കാണാതെ മാങ്ങ പറിക്കാൻ ചെന്നപ്പോൾ അവന്റെ അച്ഛൻ അവനെ പിടികൂടി വളരെയധികം പ്രഹരിച്ചു. ഈ സംഭവം ബാലസംഘത്തിൽ വലിയ ക്ഷോഭമുണ്ടാക്കി. അടിയുടെ പാടുകൾ പപ്പുവിനെ കാണിച്ചപ്പോൾ കൊച്ചുനാണു പൊട്ടിക്കരഞ്ഞുപോയി. ഇതിനു പ്രതികാരം ചെയ്യണമെന്ന് എല്ലാവരും ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടു. പപ്പു ചോദിച്ചു, കൊച്ചുനാണു, നിന്റെ വീട്ടിൽ എത്ര മാവുണ്ട്? 6. എല്ലാത്തിലും മാങ്ങയുണ്ടോ? ഉണ്ട്. ആ മാങ്ങയെല്ലാം ഇന്ന് രാത്രിയിലങ്ങ് പറിച്ചോണ്ട് പോരണം. അതാണ് പപ്പുവിന്റെ വിധി. അന്ന് രാത്രിയിൽ തന്നെ വിധി നടത്തപ്പെട്ടു. കൊച്ചുനാണുവിന്റെ അച്ഛന് കാര്യമെല്ലാം മനസ്സിലായി. അയാൾ പപ്പുവിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞു, തന്റെ മോനെ മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അവന്റെ പെടലിൽ ഞാൻ ഞെരിച്ചുവിടും. എന്താ കാര്യം? പപ്പുവിന്റെ അച്ഛൻ ചോദിച്ചു. മാവിൽ കിടന്നിരുന്ന മാങ്ങ മുഴുവൻ അവനും അവന്റെ കൂട്ടുകാരും കൂടെ പറിച്ചുകൊണ്ടുപോയി. അവനല്ലയോ എന്റെ കുഞ്ഞിനെയും ചീത്തയാക്കിയത്. അവന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. പുകഞ്ഞുകൊള്ളി പുറത്താണ് എന്റെ പ്രമാണം. അവനെ ഇവിടെ കേട്ടുന്നുമില്ല, ഒന്നും കൊടുക്കുന്നുമില്ല. അങ്ങനെ അയാൾ ഉത്തരവാദിത്തത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു. പപ്പുവിന്റെ ബാലസംഘം ആ ഗ്രാമത്തിൽ പ്രസിദ്ധമായി തീർന്നു. സംഘത്തെ പിരിച്ചുവിടുവാനും പപ്പുവിനെ തല്ലുവാനും പല ശ്രമങ്ങളുമുണ്ടായി. ഒന്നും ഫലിച്ചില്ല. ജന്മിയുടെ മൂത്ത മകൻ ഒരു രാത്രിരഞ്ജനാണ്. യുവതികളുള്ള വീടുകളിൽ അയാളുടെ വിഹാരരംഗങ്ങളുമാണ്. പപ്പുവിന്റെ ബാലസംഘം അയാൾക്കൊരു ശല്യമായി തീർന്നു. അയാൾ രാത്രിയിൽ ഏതു വീട്ടിൽ ചെന്ന് കയറിയാലും ആ കുസൃതിക്കൂട്ടം പുറത്തുനിന്ന് കൂക്കി വിളിച്ച് ബഹളം കൂട്ടും, കല്ലെറിയും. അയാളുടെ നിശാസഞ്ചാരത്തിന് പ്രതിബന്ധമായിരിക്കുന്ന ആ ബാലസംഘത്തെ അമർത്തണമെന്ന് തന്നെ അയാൾ നിശ്ചയിച്ചു. 2 ബാല്യക്കാരും അയാളും കൂടി ശ്രമം തുടങ്ങി. സംഘത്തിൽപ്പെട്ട ഓരോരുത്തരെ പിടികൂടി നല്ലപോലെ പ്രഹരിച്ചു. ചില കുട്ടികളെ വീട്ടിൽ കെട്ടിയിടുവാൻ അവരുടെ രക്ഷകർത്താക്കളെ ഏർപ്പാട് ചെയ്തു. കുന്നിന്റെ മുകളിലുള്ള തൈമാവ് 2ഉം വെട്ടിക്കളഞ്ഞു. ഒടുവിൽ പപ്പുവിന് രക്ഷയില്ലെന്നായി. അവന്റെ കൂട്ടുകാരിൽ ചിലർ ബന്ധിതരായും മറ്റുള്ളവർ ഭയന്ന് പുറത്തിറങ്ങാതെയുമായി. എന്നിട്ടും അവൻ ഒറ്റയ്ക്ക് തലയും ഉയർത്തിപ്പിടിച്ചങ്ങനെ ഇടവഴികളിൽ കൂടിയും വയലിലെ വരമ്പിൽ കൂടിയും നടക്കും. അവൻ കുന്നിന്റെ മുകളിൽ കയറി ചുറ്റും നോക്കിക്കൊണ്ടങ്ങനെ നിൽക്കും. ആ ഗ്രാമത്തിൽ അവന് ഹിതമല്ലാത്ത പലതും അവൻ കാണുന്നുണ്ട്. അതിനോടെല്ലാം എതിർക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുകയാണ്. അവൻ മുഷ്ടി ചുരുട്ടി ശൂന്യമായ അന്തരീക്ഷത്തിൽ വീശാറുണ്ട്. ഒരു പ്രഭാതത്തിൽ വയലിന്റെ കരയിൽ കൂടി അവൻ ഉദാസീനനായി നടക്കുകയാണ്. പ്രഭാതത്തിന്റെ പൊൻപ്രഭയും മന്ദമാരുതനിൽ ചാഞ്ചാടുന്ന നെൽച്ചെടികളും പക്ഷികളുടെ കളഗാനവും എല്ലാം പപ്പുവിൽ ആഹ്ലാദകരമായ ഒരു മനോഭാവമുണ്ടാക്കി. അവന്റെ അമ്മ പാടാറുള്ള ഒരു പാട്ടും പാടിക്കൊണ്ട് അവൻ സാവധാനം നടക്കുകയാണ്. ജന്മിയുടെ മൂത്ത മകൻ എതിരെ വരുന്നത് അവൻ കണ്ടില്ല. അയാൾ വയൽക്കരയിലുള്ള ഒരു പ്ലാവിന്റെ മറവിൽ പതുങ്ങി നിന്നു. പപ്പു അടുത്തെത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് അവന്റെ മേൽ ചാടി വീണ് ആഞ്ഞൊരടി കൊടുത്തു. പപ്പുവിന്റെ തല കറങ്ങിപ്പോയി. 3-4 നിമിഷം അവൻ സ്തബ്ധനായി നിന്നു. പെട്ടെന്ന് അവന്റെ കൈ ഉയർന്നു. നിനക്ക് പറ്റിയുമുണ്ടോ കൊച്ചുപാമ്പേ? പപ്പുവിന്റെ നെഞ്ചത്ത് ആഞ്ഞൊരു ചവിട്ട്. പപ്പു മലർന്നടിച്ചു വീണു. അയാൾ പോവുകയും ചെയ്തു. പപ്പു എഴുന്നേറ്റപ്പോഴേക്ക് അവന്റെ പ്രതിയോഗി അകലെ എത്തിക്കഴിഞ്ഞു. അവൻ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. വയലിൽ കതിരിട്ട് നിൽക്കുന്ന നെൽച്ചെടികൾ അപ്പോഴും കാറ്റിൽ ആടുന്നുണ്ട്. ജന്മിയുടെ കറമ്പിപ്പശു വയൽക്കരയിൽ നിന്ന് മേയുന്നു. പപ്പു ഓടിച്ചെന്ന് പശുവിനെ അഴിച്ചുവിട്ടു. അത് വയലിലേക്ക് കുതിച്ചു ചാടി. പപ്പു പിന്നെയും ചുറ്റും നോക്കി. അവന്റെ പ്രതികാരാഗ്നി ജ്വലിച്ചുയരുകയാണ്. അകലെ മറ്റൊരു പശുവിനെ കണ്ടു. അവൻ അതിനെയും അഴിച്ചു വയലിലേക്ക് വിട്ടു. അവൻ വയലിലേക്ക് നോക്കി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ തന്നെ നശിക്കട്ടെ. ഒരു പുലയ ചെറുക്കൻ കല്ലെറിഞ്ഞു. പശുക്കളെ ഓടിച്ചു കളയാൻ ഭാവിച്ചു. പപ്പു അവന്റെ കരണത്ത് 2 പൊട്ടിച്ചു.
അവൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. അകലെ നിന്ന് ഒരു ആരവം കേൾക്കാം. ജന്മിയുടെ ബാല്യക്കാർ വരുന്ന വരവാണത്. പപ്പു പിന്നെയും രസിക്കുകയാണ്. അങ്ങനെ അങ്ങനെ നശിക്കട്ടെ. പിടിച്ചോടാ അവനെ, ഒരു ബാല്യക്കാരൻ വിളിച്ചു പറഞ്ഞു. പപ്പു നിന്ന നിലയിൽ ഒന്ന് തിരിഞ്ഞു. ഒരോട്ടവും കൊടുത്തു. അതിൽ പിന്നെ അവൻ ആ ഗ്രാമത്തിൽ കാലുകുത്തിയിട്ടില്ല.